ഞാനൊരു വരി കവിത ചൊല്ലിക്കോട്ടെ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ എന്നോടൊപ്പം കൂടിയത് കൊണ്ട് നമ്മുടെ പയ്യൻ ഒരു സാഹസികനായില്ലേ? അത് ടിവിയിലും വന്നില്ലേ? എന്റെ ഫോട്ടോ ടിവിയിൽ വരാൻ എന്താ ഒരു മാർഗം? നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ നീ തന്നെ ഒരു പരസ്യം കൊടു. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ഇവൻ ചെയ്തത്? എനിക്കും കിട്ടിയിട്ടുണ്ട് പ്രസിഡന്റ് മെഡൽ. എപ്പോ എവിടെ വെച്ച് എന്തിന്? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിന്ന്. അത് കളം തല്ലി പൊട്ടിക്കാനല്ലേ? നിന്റെ തല ഞാൻ തല്ലി പൊട്ടിക്കും പന്നി. നീ പുറമോർക്കെ. അല്ല അവനെന്താ ഒരു മൂഡ് ഓഫ്? മോനെന്താ വല്ലാണ്ടിരിക്കുന്ന? വെള്ളത്തിൽ വീണോണ്ടാണോ? അല്ല, എനിക്ക് പേടിയാവുന്നു. ധീരനായ നീ എന്തിനു പേടിക്കണം? ഇനി അവരെന്നെ കണ്ടുപിടിക്കും. ആര്? അനാഥാലയത്തിലെ ചെമ്പൂതം. ഭൂതമായാലും പ്രേതമായാലും ഇങ്ങോട്ട് വരട്ടെ. മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ അപ്പൂപ്പനും അങ്കിളുമാരും എല്ലാവരും ഉണ്ടല്ലോ. മോനെ ഇവിടെ വന്ന് ആരും ഒന്നും ചെയ്യില്ല. ഐ ലവ് യു ഡാഡ്. കാണാതാകും മുമ്പ് എല്ലാ ഞായറാഴ്ചകളിലും അവന്റെ അമ്മ അറിയാതെ അവൻ എനിക്ക് അയച്ചിരുന്ന ഇമെയിൽ സന്ദേശം ഞാനും തിരിച്ചയക്കും. ഐ ലവ് യു ടു. അകന്നിരുന്നപ്പോഴും ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചിരുന്ന കണ്ണി, ഞായറാഴ്ചയാവാനുള്ള കാത്തിരിപ്പ്, കമ്പ്യൂട്ടറിന് മുമ്പിൽ അവന്റെ മെസ്സേജിന് വേണ്ടിയുള്ള തപസ്. തനിക്കറിയില്ല ബോബി, മകന്റെ രൂപം കാണാതെ അവന്റെ ശബ്ദം കേൾക്കാതെ അവനെ സ്നേഹിക്കുന്ന ഒരു അച്ഛന്റെ നിർഭാഗ്യം. കാം ഡൗൺ മിസ്റ്റർ രാജീവ്. തൽക്കാലം നമുക്ക് പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടെന്ന് വെക്കാം. കാരണം അവരുടെ കയ്യിൽ അവനെ കിട്ടിയാൽ സ്വാഭാവികമായും തന്റെ വൈഫിനെ അവർ ഹാൻഡ് ഓവർ ചെയ്യും. അവിടെ നിന്ന് സച്ചിനെ തന്റെ കസ്റ്റഡിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം നമ്മുടേതായ രീതിയിലൊരു അന്വേഷണം. മനസ്സിലായില്ല. ഇപ്പോ ഏത് കേസിനും പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ സമീപിക്കുന്ന കാലമാണല്ലോ. എന്തുകൊണ്ട് നമുക്കും ആ വഴി നീങ്ങിക്കൂടാ? ദി ഡയറക്ടർ DHEDARETTTYR. താൻ എന്തോ പറയുന്നേ? എന്നെ പഠിപ്പിക്കണ്ട. OPR അത് ഞാനല്ല സാർ, ഞാൻ അലിയാർ. അതെനിക്കറിയാം. എന്താ സാർ കാര്യം? അല്ല, 10 മണിക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തു. അദ്ദേഹം ആരാ മോൻ? ഇന്ത്യയെ തകർക്കാൻ വന്ന 2 തീവ്രവാദികളെ ഓടിച്ചിട്ട് പിടിച്ചോണ്ടിരിക്കാണിപ്പോ. ഇച്ചോക്കിനെ വെട്ടിച്ച് നീ മാറിപ്പോയി. എടാ തീവ്രവാദികളെ എത്ര നേരമായി നമ്മൾ ഓട്ടം തുടങ്ങിയിട്ട്? അല്പം റെസ്റ്റ് എടുത്തിട്ട് ഓടിയാ പോരെ? ശരിയാ, എത്ര നേരം നമ്മൾ ഓട്ടം തുടങ്ങിയിട്ട്? അല്പം റെസ്റ്റ് ചെയ്തിട്ട് ഓടാല്ലേ? അതിരിക്കട്ടെ, എവിടെ നിങ്ങളുടെ വീട്? ബോംബെയില്. ബോംബെയിലാ? ബോംബെയിൽ ഞാൻ കുറച്ചാളുണ്ടായിരുന്നു 1983-ല്. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോന്നു. യോ, സമയം ഒരുപാടായി. എന്നാ നമുക്ക് ഓടാം. ഓടാം. എന്നിട്ട് ഓടിക്കരുത്. ഒരു വണ്ടി ഒന്നുമില്ലേ? വിട്ടോ വിട്ടോ വിടോ. സുട്കേസായിട്ട് പോണില്ലേ? അവര് പോയപ്പോ ഇയാളെന്താ മണ്ണ ബുദ്ധിയാണോ? ചോലയിൽ പോണ പോലെ പോട്ടെ. ഇത് പോയില്ലേ? എടോ ചോക്കിന് കീഴടങ്ങുന്നതാണ് നല്ലത്. നിൽക്കാൻ മിസ്സിംഗ്, പിന്നെ മിസ്സിംഗ്. ഓഹോ, കയറ് വെച്ച് പേടിപ്പിക്കുന്നോ? എടോ, ഈ ഡിറ്റക്റ്റീവിന് കയറൊരു പ്രശ്നമല്ലടാ. നീ കണ്ടോ എന്റെ അമ്മ തെങ്ങ് കെട്ടല്ലേ? അയ്യോ കെട്ടല്ലേ? എടാ എടാ ശ്വാസം വിട്ടത് ആട്ടച്ചാക്കി ചത്തുകൊള്ളു. വലിയ കെട്ടല്ലേ? എടാ വിടാ. എടാ കെട്ടഴിച്ചിട്ട് പോടാ. അയ്യോ എടാ കെട്ടല്ലേ? നോക്കള്ളപ്പോഴാണോ കയറ്? അയ്യോ പിന്നെ വിളിക്കാം. മണി 11 എനിക്ക് കോടതി പോണം. എന്താണ് സാർ കേസ്?
അതൊരു തല്ല് കേസാ. സാറിന്റെ കേസല്ല, ഒ പി എസ് സാറിനെ കണ്ട കാര്യം എന്താ? ഒരു പ്രമാദമായ കേസ് പുള്ളി ഏൽപ്പിക്കാനുണ്ട്. അത് കൊടുത്തോണ്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കാം. അയ്യോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഓപ്പിയ. ഹലോ മിസ്റ്റർ ബോബി വർഗി. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് അനുസരിച്ചാണോ? ഇരിക്കൂ, ഇരുന്ന് സംസാരിക്കാം. രാവിലെ എന്തായിരുന്നു? വെള്ളയപ്പം റോസ്റ്റും. അതല്ല, രാവിലെ വലിയ ബിസി. അതാ, അത് രണ്ട് ബാക്കി സഞ്ചാരന്മാരെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി പോയതാ. സർക്കാർ നേരിട്ട് വന്ന കേസായതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാനില്ല ഇല്ല എന്ന് പറഞ്ഞതാ, എന്നിട്ട് എന്റെ തലയെ കെട്ടിവെച്ച്. 6 കോടി രൂപയുടെ ആയുധടപാടിന്റെ കേസാണ്. ഇതിന്റെ പിറകിൽ മറ്റവരെ പ്ലേ ഉണ്ട്. ആരെ? അമേരിക്ക. പിന്നെ ഒരു കാര്യം, വളരെ സീക്രട്ട് ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങളോട് പറഞ്ഞു തന്നേനെ. അല്ല, താമന്ന കാര്യം പറഞ്ഞില്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. ടെൽ മീ ട്രൂത്ത്. എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, വൺ മിസ്റ്റർ രാജീവ് മേനോൻ. പുള്ളിക്കാരനും ഭാര്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവർക്കൊരു കുട്ടിയുണ്ട്. ഒടുവിൽ കുടുംബ കോടതി ഇടപെട്ട് കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ ആ കുട്ടിയെ കാണാനില്ല. ചൈൽഡ് മിസ്സിംഗ്. Yes. അപ്പോ ബേബീസ് ഡേ ഔട്ടിന്റെ കാസറ്റ് കാണേണ്ടിയിരിക്കുന്നു. ഈ കുട്ടി എവിടെ ഉണ്ടെങ്കിലും അത് കണ്ടുപിടിക്കേണ്ട ചുമതല തന്നെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. ആട്ടെക്കുട്ടിയുടെ പേര് സച്ചിൻ. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അത് കണ്ടുപിടിക്കാനല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ദാ, 50,000 രൂപ അഡ്വാൻസ്. ആ കുട്ടി ലോകത്ത് എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഈ OPR കണ്ടുപിടിച്ചിരിക്കും. ധൈര്യമായിട്ട് പൊക്കോ പൊക്കോ. ആ പിന്നെ ഒരു പ്രധാന കാര്യം, എന്താ? ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് ഒരു കാരണവശാലും ആ കുട്ടി അറിയാൻ പാടില്ല. പൊക്കോ. അപ്പോ നീ പറഞ്ഞാലും നിന്റെ മോൾ അനുസരിക്കില്ലെന്നാണോ? ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി അച്ഛ. മോളെ, ഇങ്ങനെ കുടുംബത്തിൽ അപമാനമുണ്ടാക്കുന്നതിലും നല്ലത് വല്ല ട്രെയിനിലും തലവെച്ച് ചാകുന്നതാ. അയ്യോ അച്ഛ. ഹലോ, എന്റെ ഓഫീസല്ലേ? ആ കുട്ടിയുടെ അമ്മയും അപ്പൂപ്പനും ഈ വണ്ടിക്ക് തലവെക്കും. ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെട്ടുകത്തി ഫൈനാൻസിയേഴ്സ് ആൻഡ് റോയൽ പാറ്റാഗുളികാസ്. TV സീരിയലായിരുന്നു ഞാൻ. ദാക്ഷായണി, വാ. ഒയ്ക്കോ, ഞാൻ പിന്നെ വരാം. ഈ സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ടായത് നന്നായി, ഇല്ലെങ്കിൽ കയറ് കെട്ടി ഇറങ്ങേണ്ടി വന്നേനെ. ഇതായിരിക്കും ആ പയ്യന്റെ ബെഡ്റൂം, അതായത് കിടക്കമുറി. അയ്യേ, കിടക്കമുറിയാണ്. കൊച്ചു കള്ള, എന്തിനാ ഇത്ര ധൃതി? അയ്യോ, മുതലാളി ചുമക്കുന്നു, ഉണന്നെന്നാ തോന്നേ. ഇത് തന്നെ അവന്റെ മുറി. ഇൻസുറൻസ് ബോക്സാ. ഇത് തന്നെയാണ് സച്ചിന്റെ ഡ്രസ്. ഇത് തന്നെ. ഇതിരിക്കട്ടെ. അവന്റെ ഒരു വിരലടയാളം കൂടി കിട്ടിയിരുന്നെങ്കിൽ. ദാക്ഷായണി, നീ ഇതെവിടായിരുന്നു? ഞാൻ മുതലാളിയുടെ ചുമ കേട്ടിട്ട് ഇപ്പോഴല്ലേ ചേട്ടന്റെ അടുത്തുനിന്ന് പോയത്. അതിന് ഞാൻ ഇപ്പോഴല്ലേ ഇവിടെ വന്നത്. ഓ, നീ എന്താ ഇങ്ങനെ? അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വെളിവും ഉണ്ടാകത്തില്ല. ഓ, അത് നിന്റെ ഒരു തോന്നലല്ലേടി എന്റെ പൊന്നു ദാക്ഷായണി. മോനോട് ഞങ്ങൾ ഇപ്പൊ വരാം.
കണ്ണിലെന്താണോ? ആരാ? അത് തന്നെ എനിക്കും അറിയേണ്ടത്. നീ ആരാ? സച്ചിൻ. കയ്യിലെവിടെ? 2, 1.5 അടിയും കൃത്യം. ഓന്റെ അച്ഛനും അമ്മയും അവർ രണ്ട് വഴിക്ക് പോയി. My God! എന്റെ ഈശ്വര, ഡോക്ടർ കൽപ്പിച്ചതും പേഷ്യന്റ് ഇച്ഛിച്ചതും മിൽക്കെന്നെ. മോനെ, മാമന്റെ കൂടെ വാ. എന്തിനാ? മോനെ ഞാൻ കപ്പയും മീനും പപ്പയും മമ്മിയും കാണിച്ചു തരാം. പപ്പയും മമ്മിയും വരും. വരും. അവര് ഡൈവേഴ്സ് ആയി പോയില്ലേ? മാമന്റെ കൂടെ വാ. തനിക്ക് എന്താ കാര്യം? ദേ, ഈ അനാഥ കുട്ടിയുടെ കാര്യത്തിൽ താൻ ഇടപെടാൻ പാടില്ല. അനാഥ കുട്ടിയോ? ഇത് ഞങ്ങളുടെ കുട്ടിയാ. എന്താ തെളിവ്? ഒന്ന് മാറിയേ. വാമനെ 3.5 അടി 1 അടി തീർന്നത്. ഹലോ, അതെ പോലീസ് സ്റ്റേഷനാണ്. എന്ത് പശുകുത്തി എന്നാ? ഏതെങ്കിലും വനിതാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറ. വല്ല കാളയോ പോത്തോ കുത്തുമ്പോ ഇങ്ങോട്ട് വിളിച്ചു പറ. വെക്കടാ പോ. സാർ, അവര് വന്നിട്ടുണ്ട്. നാശം. വണക്കം. ഏതായാലും സാറ് വിളിപ്പിച്ച സ്ഥിതിക്ക് വെറും കൈയോടെ വരുന്നത് ശരിയല്ലല്ലോ. ഇതും കൂടി ആകാന്ന് കരുതി. ദേ, മോഷ്ടിച്ചതല്ല, കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. അയ്യോ, ദേ ഫോൺ വേസ്റ്റ് ആയി. വെക്കടാ ഫോൺ. വെക്കടി, ബാഗ് വെക്കടി. സോറി. പിന്നെ ഇത് ഫ്രൂട്ട്സ് ആണ് സാർ. ഇത് ബേക്കറി സാധനങ്ങൾ. മോഡേൺ ബ്രെഡ് എവിടെ? അയ്യോ, അതെടുക്കാൻ പറ്റിയില്ല. ആ, വലിച്ചെടുക്കാൻ ഞാൻ എന്നോട് പറഞ്ഞല്ലോ. ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് കുട്ടിയാണ്. കുപ്പിയാ? അയ്യോ, കുപ്പി കൊണ്ടുവരാൻ മറന്നുപോയി. വേണം ഇപ്പൊ വരുത്തിക്കാം. ഏതാ ബ്രാൻഡ്? ബ്രാൻഡി സാർ കഴിക്കൂല. ഇല്ലേ? Stop it. കുപ്പിയല്ല, കുട്ടി. അയ്യോ, സാറിന് കുട്ടിയില്ലടി, പാവം. കുട്ടി വേണോ? ആട്ടെ, വൈഫുണ്ടോ? ഉം? ആ കുട്ടിയല്ല, ഇതൊരു കാണാതായ കുട്ടിയെ കുറിച്ചാണ്. അത് ശരി. അയ്യോ മക്കളെ, ഇനി വരി. ഇപ്പൊ വരും. 1, 2, 3, 4, 5. ഹായ്, ഇതെല്ലാം എന്റെ മക്കളാ. എന്റെയും. രണ്ടുപേരും. ഓഹോ, എന്താണ് അതിന്റെ പേര്? രാജ് കപൂർ, ഷമി കപൂർ, ശശി കപൂർ, ഋഷി കപൂർ, അനിൽ കപൂർ. കൊള്ളാം, എല്ലാ സിനിമ ഫാമിലിയാണല്ലേ. ഓരോ സിനിമയും കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാക്കി പറയാൻ വയ്യ. എനിക്ക് വേണ്ടത് ഇവനെയാണ്. വിടല്ലേ സാർ, ഇവനാണല്ലേ സാർ. ഇവനെ ഞാൻ തിരക്കി നടക്കുകയാണ്. ഇവൻ എന്നെ പറ്റിച്ചവനാണ്. ഇവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ വിടില്ല സാർ. സാർ ഇവനെ കണ്ട ഉടൻ എന്നെ വിവരം അറിയിക്കണം. നമ്പർ 427593. ഓക്കെ? അതല്ലടോ, പിന്നെ താൻ തന്നെ ഇവനെ കണ്ടുപിടിച്ച് ആ നിമിഷം ഇവിടെ എത്തിക്കണം. ഇവനെ കാണാനില്ലെന്നും പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഓഹോ, മുകളിൽ നിന്നുള്ള ഉത്തരവാ. കാണാതായ കുട്ടിയെ കണ്ടുപിടിക്കേണ്ടത് പോലീസല്ലേ? അതെന്റെ ഡ്യൂട്ടി അല്ലല്ലോ. സാറിനോട് അധികം പ്രസംഗം പറയൂടാ. രണ്ടെണ്ണം കൊടുക്കട്ടെ സാർ. ഇപ്പൊ കൊടുക്കണം. അവൻ കണ്ടുപിടിച്ചുകൊണ്ട് വരും. അപ്പ കൊടുത്താ മതി. ഇല്ലേടാ? അത് മതി. ഒരാഴ്ച ഞാൻ സമയം തരും. എന്നെ പറ്റിക്കാൻ നോക്കരുത്. അതുവരെ ഇതിൽ ഒരുത്തൻ ഇവിടെ കിടക്കട്ടെ. ഒരാൾ മതിയോ? രണ്ടുപേരും നിൽക്കട്ടെ സാർ. എന്താണ് അതിന്റെ പേര്? ഋഷി കപൂർ. ആ, ഋഷി കപൂർ മാത്രം ഇവിടെ കിടന്നാ മതി. ബാക്കി കപൂർ ടീം പോവാൻ നോക്ക്. പോടാ, പോടാ, വണ്ടി ഇട്. നിന്നോടും കൂടിയാ പറഞ്ഞത്. ആ സീറ്റ് എടുത്തോടി. അല്ല, ഇവിടെ ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ. വരാതിരിക്കല്ലേ, അല്ലെങ്കിൽ കയ്യെന്ന് വിടറ. സച്ചേ, മോനെ സച്ചേ, സച്ചു മോനെ, സച്ചിനെ, സച്ചേ. എന്താടാ, എന്ത് പറ്റി? എന്നെ പിടിക്കാൻ ഒരാള് വരുന്നു. എവിടെന്ന്? അനാഥാലയത്തിൽ നിന്ന്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിന്നെ ആരും കൊണ്ടുപോകില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. Yes. ഗെറ്റ് റെഡി.
കുരു അമ്മേ മാജിക് ലാമ്പ ഇതാണ് അവനിരിക്കുന്ന കസേരയായിരിക്കും. അല്ല, ഇവിടെയായിരിക്കും കിടന്നുറങ്ങുന്നത്. മണത്ത് നോക്കാം. ഓഹോ, ഇതാണ് അവൻ കളിക്കുന്ന ടെമ്പിൾ ടെന്നീസ്. കൈ കൊണ്ടെടുക്കണ്ട. അവന്റെ ഡ്രസ്സിന്റെ അതേ മണം. ഈ പില്ലോ 1, 2, 4 ആട്ടി വെച്ച് നോക്കുമ്പോ കറക്റ്റാ. കറക്റ്റ് പില്ലോ. അയ്യോ, ഒരാൾക്ക് 2 നേടല്ലോ. സലാം. ഏക്കണ്ട് ആശ കലക്കി. ബെസ്റ്റ് ടൈമിംഗ്. പൂത്തി. എന്താ എന്താ ഒന്നുമില്ല. പള്ളി കൊണ്ടടാ. എന്താ എന്ത് പറ്റി? പോടാ ചാടോ. അയ്യോ, എന്താ എന്താടാ? അവിടെ പോയി കിടക്കണം. ഓ, ഇതിന്റെ അടിയിലുമില്ല. തച്ചി വിളിച്ചു. സൂചി വെക്കാൻ വന്നാൽ ഇങ്ങനെയിരിക്കും. ആരാടാ നീ? ഞാൻ ഇച്ചുവോക്ക്. എന്ത് കോപ്പ്? കോപ്പല്ല, ഇച്ചുവോക്ക്. നിനക്കെന്താണ് ഇവിടെ കാര്യം? കാണാതായ ആൾക്കാരെ കണ്ടുപിടിക്കല എന്റെ ജോലി. ആ, കുട്ടിയെ പിടിച്ചോണ്ട് പോകാൻ അനാഥാലയത്തിൽ നിന്നും വന്നവൻ. എന്റെ പൊന്നു പ്രദേശ്, ഞാൻ അനാഥാലയത്തിൽ നിന്ന് വന്നതല്ല. അവൻ അനാഥനും അല്ല. വേണ്ട കൊല്ലക്കുടി സൂചി വെക്കല്ലേ. ഈ കൊല്ലം കുറെ നേരമായില്ല സൂചിപ്പിക്കാൻ തുടങ്ങിയിട്ട്. വിചാരിക്കില്ല ഞാൻ. നിങ്ങൾ എന്നെ വിശ്വസിക്ക്, ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. അവന് അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവനെ വിളിക്ക്. ജോജി. അയ്യോ, അവന്റെ പേര് ജോജി എന്നല്ല, സച്ചിൻ. സച്ചിൻ. കാണാതായ കുട്ടിയെ കണ്ടെത്താൻ നിനക്ക് 7 ആഴ്ച സമയം തന്നു. 7 ആഴ്ചയോ? ഒരാഴ്ചയല്ലേ? എടാ 7 ആഴ്ച കൂടുന്നതാ ഒരാഴ്ച. അതറിയില്ലേ? ഇല്ല. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച. ഞായറാഴ്ചക്ക് ശേഷം ഒരാഴ്ച കൂടി തരണം സാർ. തന്നിരിക്കും. തിങ്കളാഴ്ച. അത് നേരത്തെ തന്നില്ലേ? ഇല്ലേ? അതെ, നേരത്തെ ഒരാഴ്ച കൂടി സമയം തന്നാൽ എടാ അതിനു മുമ്പ് ഞാൻ ഇവിടെ ട്രാൻസ്ഫർ ആയി പോവില്ലേ? സാർ പോയിക്കോ. വരുമ്പോഴേക്കും ഞാൻ ചക്കര കൊണ്ട് നിർത്താം. ഇരിക്കുന്നതിന്റെ പെന്തകം തർത്തമായി ഞാൻ. വാച്ച് കോസ്റ്റ്ലിയാ. വാച്ചല്ല, മനസ്സ്. ചങ്ക് വിളിച്ചു കാണിച്ചാലും മുല്ലപ്പ് എന്ന് പറയുന്ന സാറിന്റെ ഈ മനസ്സുണ്ടല്ലോ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മനസ്സിലായടാ? എനിക്ക് മനസ്സിലായി. പോക്കറ്റിൽ നിന്ന് കൈയെടുക്കടാ. ഏ? പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസുകാരന്റെ പോക്കറ്റ് അടിക്കുന്നോടാ കള്ള റാസ്കൽ. കോൺസ്റ്റബിൾ. മതി 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 മതി. ഇനി ഇവനെ ഇരിക്കാതിരിക്കുന്നതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. നീ എന്തിനാണ് കരയുന്നത്? അതല്ലേട്ടാ, 4ാമതൊരു ഇടിയും കൂടി ഇടിച്ച് കുറച്ച് ചേട്ടൻ ചത്തുപോയാൽ നമ്മളല്ലേ കൊലക്കുറ്റത്തിന് ഉത്തരം പറയേണ്ടത്?
മേശപ്പുറത്തിരിക്കുന്ന എന്നോട് തമാശ പറയുന്നോടി, മിണ്ടിപ്പോകരുത്. ഒരു കാര്യം ചെയ്യാം, ഇവൾ ഇവിടെ നിൽക്കട്ടെ, നീ പോയി കുട്ടിയെ കൊണ്ടുവാ. കേട്ടോ, ഈ രണ്ടുപേരും നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല, മണ്ണുണ്ണികളാ. ആ എലിമ്പം പോലീസാണ് ഈ കുരച്ച് എന്താടി? അല്ല, ചോദിക്കുന്ന പീഡനത്തിന് സാധ്യതയുണ്ടോന്ന്. എന്ത്? അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടന്മാരെ കണ്ടാ നല്ലവരായിട്ട് തോന്നുന്നു. ഞാനിവിടെ നിന്നോളാവേ. ഐ ലൈക്ക് ദിസ് പ്ലേസ്. എനിക്കൊരു മസാല ദോശ വാങ്ങിച്ചു തന്നാ മതി. ഇവിടെ കിട്ടുമോ? എന്തു പറയുന്നടാ? ഒരു കാലിച്ചായം കൂടി കൊടുത്താൽ സന്തോഷമായി. ഒരാഴ്ച കൂടി നിനക്ക് ഞാൻ സമയം തരും. അതിനുള്ളിൽ കുട്ടിയെ കൊണ്ടുവന്ന് തരണം. അതുവരെ ഈ മസാല ദോശ ഇവിടെ മദാലസേ? മദാലസയല്ല, മസാല ദശ. അത് പറ്റില്ല സാർ. കിടത്തയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കിടത്തണം. ഒരുമിച്ച് കിടത്താൻ ഇതെന്താടാ സുഖവാസ കേന്ദ്രം? കുഴപ്പമില്ല സാർ. സാർ, ഇവളെ ഇതേ ഷേപ്പിൽ തന്നെ എനിക്ക് തിരിച്ചു തരണം. ഷേപ്പ് മാറ്റില്ലേ സാർ? അയ്യേ, ഈ ചേട്ടന്റെ ഒരു കാര്യം. ആൾ ഇന്ത്യൻ സാർ, മീ കസിൻ സിസ്റ്റേഴ്സ്. ചേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ. ഈ ആണുങ്ങൾക്കാ ഇപ്പൊ പേടി അല്ലേ സാറേ? എന്നാ നീ പോ. അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ല? പോകാം സാർ. എന്നും ഞാൻ യാത്ര ചോദിച്ചു പോകുമ്പോൾ ഇവൾക്കൊരു ഉമ്മ കൊടുക്കാറുണ്ട്. അത് ഞാൻ കൊടുത്തോട്ടെ സാർ. ഇംഗ്ലീഷ് കിസ്സേ. അയ്യോ. വേഗം വേണം. ഡാർലിംഗ്, കം ഓൺ. ഏമാ നോക്കുന്നു. ആയ്, ഒന്ന് തിരിഞ്ഞേക്ക് സാറേ. ഇതിനൊക്കെ ഒരു മറ വേണ്ടേ? വാ, അങ്ങോട്ട് തിരിയട്ടെ. അങ്ങോട്ട് പോകട. എന്താടോ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ? ഇംഗ്ലീഷ് കിസിന് ശബ്ദമൊന്നും കേൾക്കൂല സാർ. മലയാളം കിസിനല്ലേ ഇങ്ങനെ ശബ്ദം കേൾക്കും. എന്താടോ? എടോ കഴിഞ്ഞില്ലേ? ഇതൊരു മെഗാ കിസ്സാണെന്ന് തോന്നുന്നു സാർ. കഴിഞ്ഞൊന്ന് നോക്കടോ. സാർ, അങ്ങോട്ട് നോക്കാത്തടോ, അതൊരു ഫാമിലിയാ. അവന് പോയി. ദൈവമേ, ചതിച്ചാ. എവിടെ തൊപ്പി? ആ തൊപ്പി അല്ലടോ എന്റെ തൊപ്പി. കൊന്തം വിളിക്കുന്നത് പോലെ നിൽക്കാതെ പോയി പിടിച്ചോണ്ട് വാടോ.